ഈ ട്രാവൽ എന്ന് പറയുന്ന ഒരു ആശയം ഇന്ന് നോക്കൂ, എത്രയായിരം ലോകം മുഴുവൻ നോക്കിയാൽ പോലും എത്രയായിരം ചെറുപ്പക്കാരുടെ ഉപജീവനമാർഗമായി മാറി. 97 ഞാൻ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് മുമ്പിലില്ല. ഒരു രാജ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററിയാണ്, ഒരു എപ്പിസോഡുള്ള ഡോക്യുമെൻ്ററിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഉഗാണ്ടയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അന്ന് ലഭ്യമായിരുന്നത്, അന്ന് BBC-യോ CNN-ഓ അല്ലെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കോ പോലുള്ള ചാനൽ 1 അല്ല 2 എപ്പിസോഡുള്ള ഒരു ഡോക്യുമെൻ്ററി ആ രാജ്യത്തിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്യും. അതല്ലാതെ നമ്മൾ ചെയ്തതുപോലെ 10, 15, 20 എപ്പിസോഡുകളിലായി ആ രാജ്യത്തിൻ്റെ ഉൾനാടുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും ചരിത്രത്തിലൂടെയും സഞ്ചരിച്ചൊരു പരിപാടിയുടെ കൺസെപ്റ്റാണെന്നില്ല. പക്ഷെ ഇന്ന് നോക്കൂ, ആ കൺസെപ്റ്റാണ് എല്ലാവരും. ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഒരു കുഗ്രാമത്തിൽ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് അവരെ. എന്നിട്ട് അത് 10, 20 എപ്പിസോഡുകളാക്കി അവർ വലിയ വരുമാനം ഉണ്ടാക്കുകയാണ്. അപ്പം ഈ 2 എപ്പിസോഡുള്ള അല്ലെങ്കിൽ 3 എപ്പിസോഡുള്ള ഡോക്യുമെൻ്ററിക്ക് അപ്പുറം ഇത് ജീവിതങ്ങളിലൂടെയുള്ളൊരു യാത്രയുടെ ഫീല് തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നാണ് അന്ന് ചിന്തിച്ചത്. സത്യത്തിൽ അന്ന് ഞാൻ തുടങ്ങുമ്പോൾ നമ്മൾ